ഞാൻ പറയാച്ചാല് ഈ ഒരു ഇറ്റാലിയൻ പാസ്ത നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റിൽ പുറത്തു പോയി കഴിക്കാനേ പറ്റില്ല. ഈ ഒരു മെത്തേഡിലാണ് നിങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സോസ് പാനിൻ്റെ അകത്ത് 1 ലിറ്റർ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് പാകത്തിന് ഉപ്പും അതുപോലെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലോട്ട് 2 കപ്പ് പാസ്ത അല്ലെങ്കിൽ മക്രോണി ചേർത്ത് കൊടുക്കുക. ഇതിലേത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് 4 പേർക്ക് കഴിക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റിയാണ് തയ്യാറാക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. അതിനുശേഷം 9 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. അതൊന്ന് വെന്ത് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് ഒരു പാന് സിം ഫ്ലെയിമിലിട്ട് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിലും 2 സ്പൂണ് ബട്ടറും ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് മെൽട്ടായി വരുമ്പോഴത്തേക്കും അതിലോട്ട് വെജീസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ക്യാരറ്റ്, കാപ്സിക്കം, ഓണിയൻ ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം തന്നെ ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓണിയൻ കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് നേരം നമ്മൾ ഇതിട്ട് വേവിക്കില്ല. അതുകൊണ്ട് തന്നെ ഓണിയൻ ഉള്ളിലൊക്കെ വെന്ത് കിട്ടാനായിട്ട് പാടായിരിക്കും. അതുകൊണ്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം ലെയേഴ്സ് ഒക്കെ വിടിവിച്ചെടുക്കുക. ഇനി ഇത് സിം ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സാധാരണ നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ മാത്രം ഇതിനെ വേവിച്ചെടുത്താൽ മതിയാവും. ഇനി ഇതിലോട്ട് 2 സ്പൂൺ ചില്ലി ഫ്ലേക്സ്, അതുപോലെ തന്നെ 1 സ്പൂൺ പെപ്പർ, പിന്നീട് ആവശ്യമായിട്ടുള്ളത് ഒറിഗാനോ, അതും 1 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റി കൊടുക്കുക. ഇത് മൂടി വെച്ച് വേവിക്കരുത്. വെറും 1 മിനിറ്റ് നേരം ഇതുപോലൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോഴത്തേക്കും മക്രോണി പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് വെന്ത് പോകരുത്. ഈ ഒരു സമയത്ത് നമുക്ക് മാറ്റി കൊടുക്കുക. അതുപോലെ തന്നെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒന്ന് കട്ട പിടിച്ചു പോകും. ഇനി അതിനൊന്ന് അരിച്ച് ഡ്രൈ ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം 3 സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കുക. ഈ ഒരു ബട്ടർ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഏറ്റവും കുറഞ്ഞ തീയിലിട്ട് കൊടുത്ത് തന്നെ ഇത് ഒന്ന് മെൽട്ടാക്കി എടുക്കുക. അതിനുശേഷം ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് വളരെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള ഗാർലിക് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനെ ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പൊ ഈ ഒരു ഗാർലിക്കിന്റെയും ബട്ടറിന്റെയും കൂടി സ്മെല്ല് നന്നായിട്ട് നമുക്ക് അടിക്കുന്നുണ്ടാവും. ശരിക്കും ഈ ഒരു പാസ്തയിലോട്ട് ഏറ്റവും കൂടുതൽ ഫ്ലേവർ വരുന്നത് ഈ ഒരു ഗാർലിക്കിന്റെയും ബട്ടറിന്റെയും കൂടിയുള്ള ടേസ്റ്റ് ആണ്. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇത് നന്നായിട്ട് ഇതുപോലെ പതഞ്ഞു പൊങ്ങി വരണം. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ 2 കപ്പ് പാസ്തയ്ക്കുള്ള അളവാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നല്ല ക്രീമി ടെക്സ്ചർ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിന്റെ ഒരു പച്ച മണം ഒന്ന് മാറി കിട്ടുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ ഒരു ബട്ടറും മൈദയും കൂടി നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ ഒരു പരിവാകുമ്പോൾ ഇതിലോട്ട് 2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇങ്ങനെയുള്ള ഒരു സ്പാച്ചില വെച്ചിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. കട്ടയൊന്നും കൂടാതെ ഇതുപോലെ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിക്കോളും. ഞാനിപ്പോൾ 2 കപ്പും ഒരുമിച്ച് ആഡ് ചെയ്ത് കൊടുത്തു എന്ന് മാത്രം. ഇപ്പൊ ഇവിടെ വൈറ്റ് സോസ് കറക്റ്റ് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 2 സ്പൂണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇതിലോട്ട് ഇനി ചീസ് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് സാൾട്ടഡ് ബട്ടർ ആണ്. അപ്പോൾ അതും ഇതിൻ്റെ അകത്ത് ഒരു ഉപ്പിന്റെ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുമല്ലോ എത്രത്തോളം ഉപ്പ് വേണമെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന വെജീസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഈ മൈദ മിക്സ് അല്ലെങ്കിൽ വൈറ്റ് സോസ് ഒന്ന് തിളച്ച് വരണം. എന്നിട്ട് മാത്രമേ നമ്മൾ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ സ്ലോ ആയിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. പെട്ടെന്ന് സ്പീഡിലിട്ട് മിക്സ് ചെയ്ത് കൊടുക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ കൂടി ഒന്ന് ഉടഞ്ഞു പോകും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മക്രോണി ഇവിടെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മക്രോണി വെന്തതിന് ശേഷം ഡ്രൈ ചെയ്യാൻ വെക്കുമ്പോൾ ഒന്നുകൂടി പച്ച വെള്ളത്തിലിട്ട് കഴുകി വീണ്ടും ഡ്രൈ ചെയ്ത് വെക്കുക എന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല രീതിയിൽ കിട്ടും. കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കില്ല.
ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ടൊരു 3 സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. ചെറിയൊരു സ്വീറ്റ്നെസ് ഇല്ലാന്നുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം അല്ലെങ്കിൽ കുക്കിംഗ് ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 1 കപ്പ് ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പാലും അതുപോലെ തന്നെ 1/2 കപ്പ് വെള്ളവും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 3 സ്ലൈസ് ചീസ്, ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ, പെപ്പർ, ഇത്രയും കാര്യങ്ങൾ ഇതിന് മുകളിലായിട്ട് ഇതുപോലൊന്ന് തൂവിക്കൊടുക്കുക. ഈ ഒരു സ്റ്റെപ്പ് ഓപ്ഷനിലാണ്. പക്ഷെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും ഈ ഒരു പാസ്തയ്ക്ക് ഉണ്ടാവും. ഇനി ഇത് ഇങ്ങനെ തന്നെ ഒരു 5 മിനിറ്റോളം അടച്ചു വെക്കണം. അതിനുശേഷം ചൂടോടുക്കനെ തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പാസ്ത അത്യാവശ്യം ചൂടോടുക്കനെ കഴിക്കാനായിരിക്കും ടേസ്റ്റ്. ചൂടില്ലാന്നുണ്ടെങ്കിൽ ഇത് ഒന്നുകൂടി കട്ടിയായി പോകും. അപ്പൊ വീണ്ടും ഒന്നുകൂടി ചൂടാക്കുകയാണെന്നുണ്ടെങ്കിൽ ലൂസായി കിട്ടിക്കോളും. പക്ഷെ ഫ്രഷ് ആയിട്ട് അപ്പം ഉണ്ടാക്കി കഴിക്കാനാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ വെജിറ്റബിൾസ് മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഈ ഒരു 2 കപ്പ് പാസ്ത ഉണ്ടാക്കുമ്പോൾ 4 പേർക്ക് കഴിക്കാനുള്ള അത്രയും പാസ്ത നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്